തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിന് സമീപം വെച്ച് ചാടിപ്പോയ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ തമിഴ്നാട്ടിലേക്ക് കടന്നോ എന്ന് സംശയം. തൃശൂരുള്ള പോലീസ് സംഘം തമിഴ്നാട്ടിലെത്തി പരിശോധന നടത്തും. ഇപ്പോൾ തെങ്കാശി കേന്ദ്രീകരിച്ചും പൊള്ളാച്ചി കേന്ദ്രീകരിച്ചും ഒക്കെയാണ് പരിശോധന നടക്കുന്നതെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി റാഫി കരീം തൃശൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. റാഫി, ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? ഈ കുപ്രസിദ്ധ മോഷ്ടാവ് കടന്നുപോയത് പോലീസ് ഒത്താശയോടെയാണ് എന്ന രീതിയിലുള്ള സംശയം വരുന്നു. തമിഴ്നാട് പോലീസ് സംഘം അയാളുടെ വിലങ്ങ് അഴിച്ചതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വിലങ്ങ് അണിയിക്കാൻ മറന്നുപോയി എന്നുള്ള ഫ്ലിംസി കാരണമാണ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ റാഫി. തീർച്ചയായും എസ്കെൻ, ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഈ ബാലമുരുകൻ കേരളം വിട്ടു തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരള പോലീസിന്റെ അന്വേഷണത്തിൽ ബാലമുരുകൻ പാലക്കാട് വഴി പൊള്ളാച്ചിയിലേക്ക് കടന്നിരിക്കാം എന്നൊരു സംശയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂരിൽ നിന്നുള്ള പോലീസ് സംഘം പൊള്ളാച്ചിയിലെത്തി പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള പോലീസ് സംഘം തൃശ്ശൂരിൽ നിന്ന് തിരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള പോലീസ് സംഘത്തിനൊപ്പം ബാലമുരുകനെ കേരളത്തിലേക്ക് എത്തിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള പോലീസും ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവർ സംയുക്തമായിരിക്കും പൊള്ളാച്ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു ബാലമുരുകൻ രക്ഷപ്പെട്ടുവെന്ന് തമിഴ്നാട് പോലീസ് പറയുന്ന വഴിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജിപ്സി എന്ന ഡോഗ് സ്ക്വാഡിലെ നായ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ പെട്രോൾ പമ്പ് വഴി ബാലമുരുകൻ രക്ഷപ്പെട്ടു എന്നുള്ളതായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. ഇവിടങ്ങളിൽ പരിശോധന നടത്തിയപ്പോൾ ഈ CCTV ദൃശ്യങ്ങളിൽ ബാലമുരുകൻ ഉണ്ടായില്ല. അതേസമയം തന്നെ ഇതുവഴി കടന്നു പോകാൻ കഴിയുന്നത് പാലക്കാട് ഭാഗത്തേക്കാണ് എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ഭാഗം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലേക്ക് പോലീസ് കടന്നിരുന്നു. ഇങ്ങനെയാണ് ബാലമുരുകൻ പാലക്കാട് വഴി പൊള്ളാച്ചിയിലേക്ക് കടന്നിരിക്കാം എന്നൊരു സൂചനയിലേക്ക്, അത്തരത്തിലൊരു സംശയത്തിലേക്ക് ഈ പോലീസ് സംഘം എത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൊള്ളാച്ചി കേന്ദ്രീകരിച്ച് ഒരു പരിശോധന നടത്താനുള്ള തീരുമാനമെടുക്കുന്നതും. ഇന്ന് തൃശ്ശൂരിൽ നിന്നുള്ള പോലീസ് സംഘം അവിടെ എത്തും. ഒപ്പം തന്നെ തമിഴ്നാട് പോലീസ് സംഘത്തിന്റെ സഹായമുണ്ടാകും. അങ്ങനെ പൊള്ളാച്ചി കേന്ദ്രീകരിച്ച് ഒരു പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ തെങ്കാശിയിൽ, അതായത് ഈ ബാലമുരുകന്റെ ജന്മദേശമാണ്, ബാലമുരുകന് സ്വാധീനമുള്ള മേഖലയാണ്, ബാലമുരുകന്റെ ഒളിസങ്കേതങ്ങളുണ്ട്, അത്തരം ഗ്രാമങ്ങളുണ്ട് അവിടെ. അങ്ങനെ ഈ തെങ്കാശി കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള പോലീസ് സംഘം തെങ്കാശിയിലേക്ക് എത്തിയതും അവിടെ പരിശോധന നടത്തുകയും ചെയ്യുന്നത്. തെങ്കാശി കേന്ദ്രീകരിച്ച് തമിഴ്നാട് സംഘമാണ് പരിശോധന നടത്തുന്നതെങ്കിൽ പൊള്ളാച്ചിയിലേക്ക് കേരള പോലീസിന്റെ ഒരു ടീം പുറപ്പെട്ടിരിക്കുന്നു. ആ ടീമും തമിഴ്നാട് പോലീസും ചേർന്നായിരിക്കും പൊള്ളാച്ചി കേന്ദ്രീകരിച്ചുള്ള പരിശോധന. നേരത്തെ ബാലമുരുകൻ തൃശ്ശൂരിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു ബൈക്ക് മോഷ്ടിച്ച് ആ ബൈക്കിൽ കോയമ്പത്തൂർക്ക് കടക്കുകയാണ് ചെയ്തത്. ആ കോയമ്പത്തൂർ വെച്ചാണ് പിന്നീട് ബാലമുരുകനെ പിടികൂടുന്നത്. അത് ഒരൊറ്റ ബൈക്ക് മാത്രമായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് ഉപയോഗിച്ച ആ ബൈക്ക് തന്നെ കോയമ്പത്തൂർ വരെ ബാലമുരുകനെ ഉപയോഗിക്കാൻ കഴിഞ്ഞു. ഫുൾ ടാങ്ക് പെട്രോളുണ്ടായ ഒരു ബൈക്കാണ് അന്ന് ബാലമുരുകൻ്റെ കയ്യിൽ ലഭിച്ചത്. ആ ബൈക്ക് ഉപയോഗിച്ച് അങ്ങനെ കടക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് പോലീസ് സംഘം പിടികൂടുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാലമുരുകന് വേണ്ടിയുള്ള തിരച്ചിൽ തൃശ്ശൂർ നഗരം കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ല കേന്ദ്രീകരിച്ചുമുള്ള തെരച്ചിലുകൾ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊള്ളാച്ചി കേന്ദ്രീകരിച്ച്, അതായത് കേരളത്തിന് പുറത്ത് തെരച്ചിൽ ആരംഭിക്കുന്നു. ആ തെരച്ചിലിന് വേണ്ടിയുള്ള പോലീസ് സംഘം പുറപ്പെടുന്നു. ഇന്നലെ രാത്രി വരെയുള്ള തെരച്ചിൽ അത് തൃശ്ശൂർ നഗരവും തൃശ്ശൂരിൻ്റെ ജില്ലാ അതിർത്തികളും കേന്ദ്രീകരിച്ചായിരുന്നു. ഒപ്പം തന്നെ വിയ്യൂർ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. ആ തെരച്ചിലുകൾ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.